Hello friends, welcome back. You can see today's title, that is our minor course, very interesting topic, fiscal tools for policy formulation. Right. This minor course is offered by Department of Economics for non-economic students. There are 5 modules that associated with this minor course. റൈറ്റ്, നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് സിലബസ് ഡൗൺലോഡ് ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 മൊഡ്യൂൾസ് ഫിസിക്കൽ ടൂൾസ് ഫോർ പോളിസി ഫോർമുലേഷനിൽ വരുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 5 മൊഡ്യൂളും വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സിലബസ് പോയിന്റ് ഓഫ് വ്യൂ ഇൻ എ ലൂസിഡ് ഫോർമാറ്റ്, പ്ലസ് നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റൈറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ പബ്ലിഷ് ചെയ്തിട്ടുള്ള, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ലൂസിഡ് ഫോർമാറ്റിൽ ചാർട്ടും എക്സാമ്പിൾസും ഇല്ലസ്ട്രേഷൻസും ഒക്കെ ഉൾപ്പെടുത്തി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സിലബസ് കോംപ്രഹെൻസീവായിട്ട് സിമ്പിളായിട്ട് കവർ ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഐ ഓൾറെഡി മെൻഷൻ ദർ ആർ 5 മൊഡ്യൂൾസ്. ഓക്കെ, ഈ മൈനർ കോഴ്സിന് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് വരുന്നത് 100 ആണ്. റൈറ്റ്, 100 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ദാറ്റ് വി ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു 70 marks for external examination and 30 marks for internal assessment. That is very important. ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റത്തെ 4 മൊഡ്യൂൾസിൽ there are 22 topics or areas. 22 ഏരിയാസ് വരുന്നുണ്ട്. 4 മൊഡ്യൂളും കൂടി നിങ്ങൾക്ക് ആ സിലബസ് നോക്കുമ്പോൾ മനസ്സിലാവും. ആ 4 മൊഡ്യൂൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെ 70 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 3 മാർക്ക് വരുന്നുണ്ട്, വെരി ഷോർട്ട് ആൻസർ വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് പാരഗ്രാഫ് ടൈപ്പ് 6 മാർക്കിൻ്റെ പാരഗ്രാഫ് ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് 10 മാർക്കിൻ്റെ. എക്സാമിൻ്റെ സ്ട്രക്ചർ, പാറ്റേൺ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാം. ദ ഫസ്റ്റ് മൊഡ്യൂൾ, വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ ഫസ്റ്റ് മൊഡ്യൂൾ? ദാറ്റ് ഈസ് ഫിസ്ക്കൽ പോളിസി ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഞാൻ ഓൾറെഡി പറഞ്ഞു ടോപ്പിക് സിമ്പിൾ ആണ്, പക്ഷെ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നല്ല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരണം, ഐ വുഡ് ലൈക്ക് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓർ പ്രൈമറി ഗോൾ ഓഫ് ഗവൺമെന്റ്, എസ്പെഷ്യലി മോഡേൺ ഗവൺമെന്റ്? ഒരു മോഡേൺ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമുക്കറിയാം, ഡെഫിനറ്റ്ലി വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഒരു 1 വേർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് എനി മോഡേൺ ഗവൺമെന്റ്, നോ ഡൗട്ട്. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഹൗ ക്യാൻ വി എൻഷുർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ? നമുക്ക് ആളുകളുടെ ക്ഷേമം എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? യു ക്യാൻ സി ഡിഫറെന്റ് സ്കീംസ്, പ്രോഗ്രാംസ് ദാറ്റ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ്. ഫോർ എക്സാമ്പിൾ, ഹെൽത്ത് കെയർ സിസ്റ്റം, public distribution system, scholarship, and also you can just think about your education system. What about infrastructure? Airport, road, port, flyover, national highway extension, etc., etc., isn't it? Then women empowerment program, and also modernization of banking, agriculture development, industrial development. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. Then one വേർഡിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പറയാൻ പറ്റും വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓർ ഇംപ്രൂവ് ദ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, അഭിവൃദ്ധിയിലേക്ക് നയിക്കുക. ദിസ് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ഗവൺമെന്റ്. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഹൗ ക്യാൻ എ ഗവൺമെന്റ് എൻഷുവർ ദിസ് പ്രൈമറി ഒബ്ജക്റ്റീവ്? ഈ മഹത്തായ, ഈ ഉദാത്തമായിട്ടുള്ള ലക്ഷ്യം ഒരു ഗവൺമെന്റിന് എങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റും, അറ്റൈൻ ചെയ്യാൻ പറ്റും? ഹിയർ വി നീഡ് ടു ഡിസ്കസ് economic policies. This is very, very important. Okay, economic policies in the hands of government. We can see economic policies, സാമ്പത്തിക നയങ്ങൾ. Okay, then very interestingly we can classify or categorize the economic policies into 2. The first one, that is our topic, fiscal policy, and the second one is monetary policy. Okay, that is the policy designed by the central bank of the country. For example, in India it is RBI, Reserve Bank of India. In China it is People's Bank of China. In America it is Federal Reserve. In England it is Bank of England, and so on. Right.
സാമ്പത്തിക നയങ്ങളിൽ സപ്ലൈ ഓഫ് മണി, അതേപോലെ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിന്റെ ക്രെഡിറ്റ് ക്രിയേഷന് എക്സ്പാൻഡ് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, ഇങ്ങനെ ബന്ധപ്പെട്ട സെൻട്രൽ ബാങ്ക് നടപ്പിലാക്കുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന, ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസിയെ വിളിക്കുന്ന പേരാണെന്ത്? മോണിറ്ററി പോളിസി. ദാറ്റ് ഈസ് നോട്ട് അവർ ടോപ്പിക് ഹിയർ. റൈറ്റ്. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സ് വേറുണ്ട്, മോണിറ്ററി ടൂൾസ് ഫോർ പോളിസി ഫോർമുലേഷൻ. റൈറ്റ്. അതേപോലെ സെക്ടറൽ കോൺട്രിബ്യൂഷൻസ് ഇൻ ഇന്ത്യൻ എക്കോണമി. സിമിലർലി വി ക്യാൻ സി ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഞാൻ ആ മേഖലയിലും സ്റ്റഡി മെറ്റീരിയൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന MDC ഉണ്ട്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ വരുന്ന സെക്യൂരിറ്റി ട്രേഡിംഗ് പ്രാക്ടീസസ്, അതിന്റെ മനോഹരമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ജസ്റ്റ് റെഫർ ടു ഓൾ ദീസ് മെറ്റീരിയൽസ്, ദെൻ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് മാക്സിമം മാർക്ക് ഇൻ യുവർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. ഓക്കെ. Now, my point is that, economic policies വരുന്ന പ്രധാനപ്പെട്ട ഒരു പോളിസിയാണെന്ത്? ഫിസ്ക്കൽ പോളിസി. ദാറ്റ് ഈസ് ദ പോളിസി ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ. ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നയങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഫിസ്ക്കൽ പോളിസി. ഫോർ എക്സാമ്പിൾ, ടാക്സേഷൻ, isn't it? Then public expenditure. Another very interesting document, that is union budget. ഓക്കെ. നമ്മുടെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ റിലീസ് ചെയ്യുന്ന, ലോകസഭയിലൊക്കെ നമുക്കറിയാം പ്രസന്റ് ചെയ്യുന്ന, പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്ന യൂണിയൻ ബജറ്റ്, ദാറ്റ് ഈസ് ദ വൈറ്റൽ കമ്പണന്റ് ഓഫ് ഫിസ്ക്കൽ പോളിസി. Module 1, we can see fiscal policy, then instruments of fiscal policy. In this area, we need to discuss meaning of fiscal policy. Very simple topic. Meaning in layman point of view, plus important definition that is related to fiscal policy. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ആ സിലബസ്, ഞാൻ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂട്ടുന്നില്ല, ഞാൻ വളരെ സമ്മറി ആയിട്ട് പറയാണ്. ദെൻ ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ സ്ലൈഡ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ആവശ്യമുള്ള ഭാഗങ്ങൾ ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ. സോ വെരി ഇൻട്രസ്റ്റിംഗ് ഏരിയ, ട്രഡീഷണൽ വ്യൂ ഓൺ ഫിസ്ക്കൽ പോളിസി, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് 5 മാർക്ക് ഓർ 6 മാർക്ക് പാരഗ്രാഫ് ടൈപ്പ്, ദെൻ ഈവൻ എസ്സേ ടോപ്പിക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന്. ട്രഡീഷണൽ വ്യൂ മെയിൻലി recommended or mainly advocated by classical economists like Adam Smith, David Ricardo, Thomas Robert Malthus, JBC. The statement like supply always creates its own demand. Here we need to discuss laissez-faire system. കാരണം ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ എക്കോണമിയിൽ വേണ്ട എന്ന് പറഞ്ഞ ടീമാണിത്. ട്രഡീഷണൽ വ്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, എസ്പെഷ്യലി പ്രൊമോട്ടഡ് ബൈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. ഓക്കെ. അവര് ഫോക്കസ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസം, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ആൻഡ് ഓൾസോ ലൈസൻസ് ഫെയർ പോളിസി, വേർ ദ റോൾ ഓഫ് ഗവൺമെന്റ് ഈസ് വെരി വെരി മിനിമം. ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡൊക്കെ ബിലീവ് ചെയ്യുന്നത് എവരി ടാക്സ് ഈസ് ആൻ ഈവിൾ ആൻഡ് എവരി പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് അൺപ്രൊഡക്റ്റീവ്. ഓക്കെ. എല്ലാ നികുതികളും ചീത്തയാണ്, ഗവൺമെന്റ് എടുക്കുന്ന എക്സ്പെൻഡിച്ചർ ഒക്കെ എന്താണ്? അൺപ്രൊഡക്റ്റീവ് ആണ്. കാരണം പ്രൈവറ്റ് സെക്ടർ ഈസ് ഇനഫ്, they are good. ക്യാപിറ്റലിസം എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ക്രക്സ് പ്രതിപാദിക്കുന്ന ടീമുകളാണെന്ത്? നമ്മുടെ ട്രഡീഷണൽ വ്യൂവിൽ വരുന്ന ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. ആ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് നമുക്കറിയാം ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു അല്ലെ. എക്സാക്ട് പീരീഡ് നമുക്കറിയാം 1929 to 1933 വന്ന ഗ്രേറ്റ് ഡിപ്രഷൻ. തന്നെ ക്ലാസിക്കൽ എക്കണോമിക്സ് പറഞ്ഞതൊക്കെ തകിടം മറിഞ്ഞു. അതിനെ കൗണ്ടർ ചെയ്ത് അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പോളിസി കൊണ്ടുവന്ന ആളാണെന്ത്? ജോൺ മെനാർഡ് കെയ്ൻസ്. അദ്ദേഹത്തിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകം നമുക്കറിയാം 1936 പബ്ലിഷ് ചെയ്തിട്ടുള്ള ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഓക്കെ. ദാറ്റ് സ്ട്രോങ്ലി ക്രിട്ടിസൈസ്ഡ് ദ ഐഡിയാസ് ഓഫ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. നമ്മൾ ഇതിങ്ങനെ ഒരു കഥ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പോളിസി പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ടൈറ്റിൽ, ഫിസ്ക്കൽ ടൂൾസ് ഫോർ പോളിസി ഫോർമുലേഷൻ. Then another thing is that modern view that is associated with Keynes view, then Lerner's view, and so that you can see functional finance, expansionary fiscal policy, contractionary fiscal policy. കാരണം ട്രഡീഷണൽ വ്യൂ ഗവൺമെന്റിന്റെ റോൾ ഇല്ല, അഥവാ ഫിസ്ക്കൽ പോളിസിന്റെ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞു. ബട്ട് കെയ്ൻസ് എന്താണ്? ഗവൺമെന്റിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. അത് അദ്ദേഹം തെളിയിച്ചു ഡ്യൂറിങ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഓക്കെ. അതാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ്, ന്യൂ എക്കണോമിക്സ്, കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. Then another very important area come under first module, that is objectives of fiscal policy. Okay. Economic growth, price stability,
then distributional justice, infrastructure development. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താണ് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സിമിലർലി ഫിസ്ക്കൽ ഫങ്ഷൻസ്, stabilization function, distributional function, then allocation function, economic growth function, and so on. Then another very important area associated with first module, that is instruments of fiscal policy. Okay, കാരണം ഗവൺമെന്റിന്റെ കയ്യിലുള്ള ആ നയം, ഫിസ്ക്കൽ പോളിസിന്റെ നയം നടപ്പിലാക്കുന്നത് ടാക്സിൽ മാറ്റം വരുത്തിക്കൊണ്ട്, പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ മാറ്റം വരുത്തിക്കൊണ്ട്, ദെൻ പബ്ലിക് ഡെറ്റ്, ബജറ്റ്. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെന്റ്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എന്താണ് ഡീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റത്തെ 4 മൊഡ്യൂൾസിൽ സ്പെസിഫിക് ആയിട്ട് 22 ടോപ്പിക്സ് യൂണിവേഴ്സിറ്റിന്റെ സിലബസിൽ കാണാം. ആ 22 ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് വരിക, 70 മാർക്ക് എക്സ്റ്റേണൽ എക്സാമിനേഷൻ. ഓക്കെ, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഇന്റേണൽ അസസ്മെന്റ് 30 മാർക്കാണ്. ആ 30 മാർക്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫസ്റ്റത്തെ 4 മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണ് 20 മാർക്ക്. ദെൻ അവസാനത്തെ മൊഡ്യൂൾ 5, അതിന്റെ പേരാണ് ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്നാണ്. നമ്മുടെ കേരള എക്കോണമിനെ ബേസ് ചെയ്ത് പബ്ലിക് ഡെറ്റ്, അതേപോലെ എക്സ്പെൻഡിച്ചറിന്റെ ഒരു അനാലിസിസ് ആണ്. കേരള എക്കണോമിക് റിവ്യൂ, നമ്മുടെ പ്ലാനിംഗ് ബോർഡ് റിലീസ് ചെയ്യുന്ന എക്കണോമിക് റിവ്യൂ നിങ്ങൾ റെഫർ ചെയ്യണം. അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. Then you can refer to all these things. Okay, then the second module is that public expenditure. This is also very interesting topic, public expenditure. But public expenditure is the expenditure of the government, like union government or central government, state government, local governments, etc. Then here we need to discuss types of public expenditure: revenue expenditure, capital expenditure, plan expenditure, non-plan expenditure, productive expenditure, unproductive expenditure, etc. etc. Okay, വളരെ രസകരമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Then role of public expenditure, no doubt you can see infrastructure, health care, public distribution system, agriculture and industrial development, food security programs, employment generating programs. Then what about the defense expenditure, isn't it? അതിൻ്റെയൊക്കെ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫിഗർ വെക്കണം. നമ്മൾ യൂണിയൻ ബജറ്റും എക്കണോമിക് സർവേക്ക് റെഫർ ചെയ്ത് ഡാറ്റ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നോൺ എക്കണോമിക് സ്റ്റുഡൻസിൻ്റെ MDC, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലുള്ള സെക്യൂരിറ്റി ട്രേഡിംഗ് പ്രാക്ടീസസിലും ഏറ്റവും രസകരമായിട്ട് അതിലുള്ള സിമ്പിൾ ഇക്വേഷൻസ്, അതുപോലെ ചാർട്ട് ബേസിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ദെൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ദെൻ സിമിലർലി കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഓക്കെ, കാനൻ ഓഫ് പ്രൊഡക്ടിവിറ്റി, കാനൻ ഓഫ് സാങ്ഷൻ, ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള ഫിൻഡിലെ ഷിറാസ് എന്ന് പറയുന്ന ഫിസിക്കൽ എക്കണോമിസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുള്ള കാനൻസ്, പ്രിൻസിപ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്, 2 പ്രധാനപ്പെട്ട ഒരു തിയറി ഹൈപ്പോത്തിസിസ് വരുന്നുണ്ട് മൊഡ്യൂൾ സെക്കൻഡിൽ. നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് SAO 5 മാർക്ക് അതിൽ വരും. മീൻസ് 6 മാർക്കാണ് കേട്ടോ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റിന്. എക്സാമിന്റെ സ്ട്രക്ചറൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കണം കേട്ടോ, എന്നാലേ നമുക്ക് അതിനനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. +2 പോലെ പെട്ടെന്ന് എഴുതിയാൽ കൂടുതൽ മാർക്കൊന്നും കിട്ടില്ല. യൂണിവേഴ്സിറ്റി എക്സാം ആണ്, നിങ്ങൾ ഗ്രാജുവേഷനിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയുള്ള ആൻസറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വാല്യൂ ചെയ്യുമ്പോൾ സെൻട്രലൈസ്ഡ് വാല്യൂഷൻ ആണ്. നല്ല രീതിയിൽ ആൻസറിൻ്റെ ആ സ്ട്രക്ചറും കാര്യങ്ങളും പക്വമാവണം. ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ, ആ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അഡോൾഫ് വാഗ്നർ ഹൈപ്പോത്തിസിസ്, പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഗ്രോത്തിനെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതിൻ്റെ ഒരു ഹൈപ്പോത്തിസിസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണത് അഡോൾഫ് വാഗ്നർ ഹൈപ്പോത്തിസിസ്. Then second hypothesis ആണ് Peacock and Weismann hypothesis. Module 3, public revenue. This is very important. See, meaning of public revenue, that is the income of the government from all sources, is simply known as public revenue. What a fantastic definition. Okay, public revenue, that is the income of the government. Then sources of public revenue, that is very important. Sources, what are the major sources? There are 2 important sources. First one, tax revenue. ഗവൺമെന്റിന് ഏറ്റവും പ്രബലമായിട്ടുള്ള വരുമാനം വരുന്ന സ്രോതസ് എവിടുന്നാണ്? ടാക്സേഷൻ, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. then GST, നമുക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്ന പത്രത്തിലൊക്കെ കാണുന്ന ഒരു കോമ്പണന്റ് ആണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, ഇതിനൊക്കെ ബേസ് ചെയ്ത് അപ്പം ദ ഇൻകം ഫ്രം ഡിഫറെന്റ് ടാക്സസ്, cess, surcharge, direct tax, indirect tax, that is tax revenue. Then second source is non tax revenue. നിങ്ങൾ ബൈക്കുമേൽ 3 ആളെ വെച്ച് പോവുകയാണെങ്കിൽ ഫൈൻ ഇടും.
പെനാൽറ്റീസ് വരും. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ, ട്രാഫിക് റൂള് വയലേറ്റ് ചെയ്താൽ, കോടതിയുമായി ബന്ധപ്പെട്ട വയലേഷൻ കാര്യങ്ങൾ വന്നാൽ, ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ദെൻ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുമ്പം, വിസ ഇഷ്യൂ ചെയ്യുമ്പം, ദെൻ ലൈസൻസ് നമുക്ക് തരുമ്പോൾ, ഗൺ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെ ഫീ ഉണ്ട്. അതേപോലെ കോടതിയുമായി ബന്ധപ്പെട്ട, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ നിന്ന് വരുന്ന വരുമാനത്തെ വിളിക്കുന്ന പേരാണ് നോൺ ടാക്സ് റവന്യൂ. ദാറ്റ് ഈസ് the income of the government other than taxes is known as non-tax revenue. That topic is very important. Essay topic, sources of public revenue. Then principles of public revenue, principles of taxation, അതുപോലെ taxable capacity. Then types of taxes വളരെ ഇമ്പോർട്ടൻ്റ്. ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, അതിൻ്റെ ഇമ്പാക്റ്റ്, ഇൻസിഡൻസ്, ഷിഫ്റ്റിംഗ് ഓഫ് ടാക്സ് ഇൻസിഡൻസ്, then effect of taxation, right? Similarly, principles നമുക്ക് കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. എബിലിറ്റി ടു പേ തിയറി, കോസ്റ്റ് ഓഫ് സർവീസ് തിയറി, ബെനിഫിറ്റ് തിയറി, ഇതിലൊക്കെ സെയിം 5 മാർക്കൊക്കെ ഒരുപാട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഏരിയ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദെൻ പ്രൊപ്പോർഷണൽ ടാക്സേഷനുകൾ, നല്ല മനോഹരമായിട്ടുള്ള ഫിഗർ കർവ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൊപ്പോർഷണൽ, പ്രോഗ്രസീവ്, റിഗ്രസീവ്. ദെൻ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്, ഡിഗ്രസീവ് ടാക്സേഷൻ. ദെൻ നൗ ഫോർത്ത് മൊഡ്യൂൾ, മൊഡ്യൂൾ 4 രണ്ട് പ്രധാനപ്പെട്ട ഏരിയ വരുന്നുണ്ട് മൊഡ്യൂൾ 4. ഒന്ന് പബ്ലിക് ഡെറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ബജറ്റ്, യൂണിയൻ ബജറ്റ്, ആർട്ടിക്കിൾ 112. ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ 112ാമത്തെ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 112, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു യൂണിയൻ ബജറ്റ്. ദെൻ ആർട്ടിക്കിൾ 202. It is really very interesting to remember all these articles. It's very important. Okay. Article 202 is related to state budget. ഇപ്പോൾ കേരള ബജറ്റ് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാ? 202 ആണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ യൂണിയൻ ബജറ്റ് എന്നുള്ള പേരല്ല. ഇൻസ്റ്റെഡ് വി ക്യാൻ സി ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. Then we need to understand revenue account, capital account, where receipt, then expenditure, etc., etc. It is really very interesting. But here, under module 4 public debt, we need to discuss meaning of public debt. കാരണം ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടുതലും റവന്യൂ കുറവുമാകുമ്പോൾ ദ ഗവൺമെന്റ് ഈസ് കമ്പൽഡ് ടു ടേക്ക് പബ്ലിക് ഡെറ്റ്. ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ദെൻ എക്കോണമിയെ മാനേജ് ചെയ്യാൻ, ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, ക്രൈസിസ്, ഓക്കെ, റിസഷൻ, എക്കോണമിയിൽ ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺ ഒക്കെ മാനേജ് ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനും ഫിസിക്കൽ ടൂൾസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് എന്ത്? പബ്ലിക് ഡെറ്റ്, പൊതുകടം. ദാറ്റ് ഈസ് ദ borrowing of the government, where we can see internal debt, that is the government is taking debt inside the country. Okay, external debt, the government is borrowing money from abroad, like IMF, International Monetary Fund, similarly World Bank or ADB, and from other countries like Japan or USA, etc. Okay, about the meaning and classification of public debt. Similarly, differences between private debt and public debt, that is also very important. Burden of public debt, isn't it? വളരെ മനോഹരമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ നമ്മുടെ മെറ്റീരിയൽസ് വളരെ ലൂസിഡ് ഫോർമാറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബജറ്റുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ, ബജറ്റ്, സീറോ ബേസ്ഡ് ബജറ്റ്, ഓക്കെ, പെർഫോമൻസ് ആൻഡ് ആക്ടിവിറ്റി ഓറിയന്റഡ് ബജറ്റ്, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബജറ്റ്, ഇങ്ങനെ ബന്ധപ്പെട്ട ഏരിയ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഏരിയയാണ് മൊഡ്യൂൾ 4. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻസ് അവിടെ വരുന്നുണ്ട് ആ മൊഡ്യൂളിൽ, പബ്ലിക് ഡെറ്റും അതേപോലെ തന്നെ ബജറ്റ് എന്ന് പറയുന്ന ഏരിയ. ദെൻ ഈ 4 മൊഡ്യൂളിൽ വരുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞു, 22 ടോപ്പിക്സ് വരുന്നുണ്ട് ഈ 4 മൊഡ്യൂളിൽ. ഓക്കെ, ആ 22 ടോപ്പിക്സ് നിങ്ങൾ തറോ ആയിട്ട് റെഫർ ചെയ്യണം. മൈനർ കോഴ്സാണ്, നമുക്ക് അതിൽ ഒരുപാട് ക്രെഡിറ്റ് നമ്മൾ സെക്യൂർ ചെയ്യേണ്ടതുണ്ട്. അത് വളരെ വൃത്തിയായി സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. വാട്ട് ടു സ്റ്റഡി, ഏതെല്ലാം ഭാഗങ്ങൾ പഠിക്കണം, വാട്ട് നോട്ട് ടു സ്റ്റഡി, എന്തെല്ലാം പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. നല്ല പുസ്തകങ്ങൾ റെഫർ ചെയ്യണം. HL Bhatia, then Legi പോലുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്യുക. Then similarly for your examination point of view and for further references, you can also refer to my study material, Fiscal Tools for Policy Formulation, published by Calicut University Central Cooperative Store. Similarly, you can refer to latest economic survey, union budget, similarly state budget, and Kerala economic review, and so on. Okay, then the last module that is related to module 5, that is open ended module. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇന്റേണൽ അസസ്മെന്റ് നമുക്ക് 30 മാർക്കാണ്. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും 20 മാർക്ക് ഫ്രം ഫസ്റ്റ് 4 മൊഡ്യൂൾ, ആൻഡ് the rest, that is the remaining 10 mark is from
module 5 that is purely related to Kerala economy. Kerala economy in public debt ഇങ്ങനെ ബന്ധപ്പെട്ട ഏരിയ ആണ്. അപ്പോൾ അതിന്റെ ഒരു ഓവർവ്യൂ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. See, this is about fiscal tools for policy formulation, your minor course. You can see there are 5 modules, very simple module. ഈ രീതിയിൽ ചെയ്യുക. നല്ല രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കുക. ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് അറ്റൻഡ് ചെയ്യുക. നല്ല സമ്മറി നോട്ട്സ്, ലെക്ചർ നോട്ടൊക്കെ ഉണ്ടാക്കി വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു സോ മച്ച്.